മത്തായി എഴുതിയ സുവിശേഷം 27-ാമത്തെ അധ്യായം അതിൻ്റെ 37 തുടങ്ങിയുള്ള വേദവാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 27-ാമത്തെ അധ്യായം 37 തുടങ്ങിയുള്ള വേദവാക്യങ്ങൾ. യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവൻ്റെ കുറ്റസംഗതി എഴുതി അവൻ്റെ തലയ്ക്ക് മീതെ വെച്ചു. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു. സ്തോത്രം. വളരെ പരിചിതമായ ഒരു വേദവാക്യമാണ്. തുടർന്നുള്ള ചിന്തയ്ക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് കൈമാറിയിരിക്കുന്നത്. സ്തോത്രം. ഇത് വേദഭാഗത്ത് ഗോൽഗോത്തയിൽ ഉയർത്തപ്പെട്ടതായ 3 കുരിശുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. 38-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു. സ്തോത്രം. ഈ 3 ക്രൂശിലും നമുക്കറിയാം, നടുവിൽ മധ്യത്തിൽ രക്ഷകനായ ക്രിസ്തു, ഒരു ഭാഗത്ത് രക്ഷിക്കപ്പെടാൻ കഴിയാതെ പോകുന്ന എന്ന് പറഞ്ഞാൽ വചനവും ദൈവവും ഏറ്റവും അടുത്ത് വന്നിട്ടും രക്ഷ പ്രാപിക്കാൻ കഴിയാതെ പോകുന്ന ഒരു കൂട്ടരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാൾ ഒരു ഭാഗത്തും, രക്ഷ ഏറ്റവും അടുത്ത് കിട്ടിയിട്ട് സ്തോത്രം ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി നിത്യത പ്രാപിച്ച മറ്റൊരാളും മറ്റൊരു സൈഡിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. സ്തോത്രം. ഈ 3 ക്രൂശിനെ പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ സ്തോത്രം, നടുവിൽ രക്ഷകനായ ക്രിസ്തുവിനെ ദൈവം നിർത്തിയിരിക്കുകയാണ്. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായൊരു വാക്യം കൊണ്ട് ആ കാഴ്ചയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശദീകരിച്ചിട്ടുണ്ട്. റോമാലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണാൻ കഴിയുന്നത്. സ്തോത്രം. വായിച്ചാട്ടെ. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി എന്ത് ചെയ്തിരിക്കുന്നു? നിർത്തിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ഈ ഗോൽഗോത്തയുടെ മലമുകളിൽ കർത്താവിനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുക. സ്തോത്രം. ആ പരസ്യമായ കാഴ്ച വിശ്വാസ കണ്ണുകൾ ഉയർത്തി നമ്മൾ കണ്ടതുകൊണ്ടാണ്, നമ്മളത് വിശ്വസിച്ചത് കൊണ്ടാണ് ഇന്ന് പകൽ രക്ഷയുടെ അനുഭവത്തിൽ ഇങ്ങനെ ആത്മീയ സന്തോഷത്തോടെ നമുക്ക് ഇതിനകത്ത് വന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത്, ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത്. നോക്കിക്കേ, ഇന്നിൻ്റെ ചിത്രം ഇവിടെ കാണുന്ന ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 3 ക്രൂശുകളെ അവിടെ കാണാൻ കഴിയുക. ഏകദേശം 6 മണിക്കൂർ സ്തോത്രം ഈ 3 പേരും ഒരുമിച്ച് അവിടെയുണ്ട് ഗോൽഗോത്ത മലമുകളിൽ. സ്തോത്രം. 6 മണിക്കൂറുണ്ട്. സ്തോത്രം. 6 മണിക്കൂറിൽ സ്തോത്രം രക്ഷകനെ സ്വീകരിച്ച ഒരു മനുഷ്യനുണ്ട്. സ്തോത്രം. അവൻ ചിലത് അടുത്ത് നിന്ന് കാണുകയാണ്. സ്തോത്രം. അപ്പോൾ ഈ 39-ാമത്തെ വാക്യം തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ, 27-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യം തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം അവിടെ യേശുവിനെ പരിഹസിച്ചവരുടെ ഒരു ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. അതിന്റെ 39-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്, കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. സ്തോത്രം. 41-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു, അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. 44-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു, അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ച കള്ളന്മാരും അവനെ നിന്ദിച്ചു. എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ പരിഹസിച്ചവരുടെ ഒരു ലിസ്റ്റ് അവിടെ ഉണ്ട്. വഴിയാത്രക്കാർ, പുരോഹിതന്മാർ, പരീശന്മാർ, മൂപ്പന്മാർ, മാത്രമല്ല തന്നോടൊപ്പം ക്രൂശിക്കപ്പെടുന്ന ആ 2 കള്ളന്മാർ യേശുവിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പരിഹസിച്ചിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്കെപ്പോഴോ ആ ചുരുങ്ങിയ മണിക്കൂറിനകത്ത് യേശുവിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയ ഒരു കള്ളന് അവന് മാനസാന്തരം വരാൻ തുടങ്ങി. അതെന്താ കാരണമെന്നറിയാമോ? അവൻ ആ ശരീരത്തിലേക്ക്, ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു കർത്താവിനെ അവിടെ കാണുകയാ. സ്തോത്രം. കൈകാലുകളുടെ മേൽ നിന്നെല്ലാം രക്തങ്ങൾ വാർന്ന് വാർന്ന് ഒഴുകുന്നുണ്ട്. മാത്രമല്ല ശിരസിന്മേൽ മുള്ളാണികൾ തറയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ കാണുന്നു. നോക്കിക്കേ, ആ കഠിന വേദനയുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിലും യേശു പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ആ വേദനകളുടെ നടുവിൽ യേശു കർത്താവ് വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. സഹിഷ്ണുത കാണിക്കുന്നു, പിറുപിറുക്കുന്നില്ല, വൈരാഗ്യ മനോഭാവമില്ലാതെ
തൻ്റെ ആവലാതികൾ ദൈവത്തോട് മാത്രം പറയുന്നു എന്ന് ഈ മാനസാന്തരപ്പെട്ട കള്ളന് മനസ്സിലാകുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ, സ്തോത്രം, നീ ദൈവപുത്രനല്ലേ, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് നിന്നെയും രക്ഷിക്ക് ഞങ്ങളെയും രക്ഷിക്ക് എന്ന് ഒരു കള്ളൻ പറയുമ്പോൾ മാനസാന്തരപ്പെട്ട കള്ളൻ പറയുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നാമോ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതാണ് നമുക്ക് കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആ കള്ളന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഈ ക്രൂശിൽ ഈ വേദന സഹിച്ചിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി, തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവന്റെ ശുശ്രൂഷ ജീവിതത്തിനകത്ത്, ഇഹലോക ജീവിതത്തിനകത്ത് ഈ ക്രൂശിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ഇവൻ അരുതാത്തതൊന്നും ചെയ്തു കാണത്തില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് വലിയൊരു തിരിച്ചറിവ് ആ മനുഷ്യനുണ്ടാകുന്നത്. അവൻ മറ്റവനെ ശാസിക്കുകയാണ്, എടാ മിണ്ടാതിരിക്കെ, നമ്മൾ ചെയ്തതിന് തക്കവണ്ണമാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്. നീ ഇവനെ ദുഷിക്കാൻ തക്കവണ്ണം, ഇവനെ പഴിക്കാൻ തക്കവണ്ണം ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന്, സ്തോത്രം, മാനസാന്തരപ്പെട്ട കള്ളൻ അവിടെ ഒരു പ്രസ്താവന നടത്തുകയാണ്. സ്തോത്രം. മാത്രമല്ല, അവൻ കാണുന്ന അടുത്തൊരു കാഴ്ചയുണ്ട്. ആ ക്രൂശിൽ ഒരു മേലെഴുത്തുണ്ട്. സ്തോത്രം. ആ മേലെഴുത്ത് ഇപ്രകാരമാണ്, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ദൈവത്തിന് സ്തോത്രം. 3 ഭാഷകളിലും ഇതിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാ. സ്തോത്രം. ഈ രാജാവെന്ന് പറയുമ്പോൾ രാജാവിനൊരു ഒരു ജനത ഉണ്ടായിരിക്കണം. സ്തോത്രം. അവനൊരു, സ്തോത്രം, ഒരു രാജ്യമുണ്ടായിരിക്കണം. ഇതൊന്നും ഫലത്തിൽ ഇപ്പോൾ ആര് കാണുന്നില്ല? മാനസാന്തരപ്പെട്ട കള്ളൻ കാണുന്നില്ല. സ്തോത്രം. പക്ഷേ അവൻ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, അവനൊരു കാര്യം പറയുന്നുണ്ട്, കർത്താവേ, നീ രാജത്വം പ്രാപിക്കുമ്പോൾ നീ എന്നെയും കൂടെ എന്ത് ചെയ്യണം? ഒന്ന് ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. 23-ാമത്തെ അധ്യായം തന്നെ അതിന്റെ 42, 43 വേദവാക്യങ്ങൾ. ആ മാനസാന്തരപ്പെട്ട കള്ളന്റെ തിരിച്ചറിവ്. സ്തോത്രം. നീ ഇങ്ങനെ ഈ ചോരയിൽ കുളിച്ച് കിടക്കുന്നവനാണെങ്കിലും നിനക്കൊരു രാജ്യം ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നീ ഇതിനപ്പുറം ഒരു രാജ്യത്വം പ്രാപിക്കുമെന്നും ഞാൻ അറിയുന്നു. സ്തോത്രം. നോക്കിക്കേ, ഇവിടെ ഈ കള്ളൻ, മാനസാന്തരപ്പെടുന്ന ഈ കള്ളൻ, സ്തോത്രം, തൻ്റെ ശിഷ്യന്മാരെ ലജ്ജിപ്പിക്കുന്ന, യേശുവിൻ്റെ ശിഷ്യന്മാരെ ലജ്ജിപ്പിക്കുന്ന ഒരു പ്രസ്താവന അവിടെ നടത്തുന്നത്. 3.5 കൊല്ലം യേശുവിനോട് കൂടെ നടന്നിട്ട് പത്രോസിനും യോഹന്നാനും തുടങ്ങിയുള്ള ശിഷ്യന്മാർക്ക് ഒന്നും ഇതൊന്നും ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ പലപ്പോഴും, സ്തോത്രം, ഇതെന്താണെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. കർത്താവ് പല ആവർത്തി അവരോട് പറഞ്ഞു, ഞാൻ ക്രൂശിക്കപ്പെടും, അതിനുശേഷം ഞാൻ ഉയർത്തെഴുന്നേൽക്കും, എൻ്റെ രാജ്യം ഐഹികമല്ല എന്നൊക്കെ പറയുമ്പോഴും അവർക്കത് തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോൾ കേവലം ചില മിനിറ്റുകൾ കൊണ്ടുള്ള പരിചയത്തിനകത്ത് ക്രൂശിൽ മാനസാന്തരപ്പെടുന്ന കള്ളൻ പറയുകയാണ്, നീ ഇങ്ങനെ ക്രൂശിൽ കിടക്കുന്നവനാണെങ്കിലും നിനക്കൊരു രാജ്യം ഉണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്, നീ രാജ്യത്വം പ്രാപിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നുണ്ട്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്നെയും കൂടെ എന്ത് ചെയ്യണം? ഒന്ന് ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. ഇതാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അവന്റെ ജീവകാലത്ത് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വിടുതൽ അവന് സംഭവിക്കുമെന്ന്. രാവിലെ തന്നെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോഴും അവന് ജീവിതത്തിനകത്ത് യാതൊരു പ്രതീക്ഷകളുമില്ല. എന്നാൽ ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷത്തിനകത്ത് രക്ഷകനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന് സ്തോത്രം, യഥാർത്ഥ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ആ വിശ്വാസത്തിൽ അങ്ങ് നിന്നുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയ റോമാലേഖനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, യേശു കർത്താവിനെ ക്രിസ്തുവെന്ന്, കർത്താവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ കർത്താവിനെ ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് വാഗൊണ്ട് ഈ മനുഷ്യൻ ഏറ്റുപറയുമ്പോൾ, അവൻ ഏറ്റുപറയുന്നത് മറ്റൊരു വിധത്തിലാ, നീ ഒരു രാജാവാണ്, നിനക്കൊരു രാജ്യത്വം ഉണ്ട്, ആ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ മരണത്തിനപ്പുറത്ത് നിന്റെ രാജ്യത്തിൽ എന്നെയും കൂടെ നീ ഓർക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് അവനോട് പറയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. അതിനെ ഷിയോൾ എന്ന് നമുക്ക്, സ്തോത്രം, ഗ്രീക്ക്
ഒരിക്കൽ വിളിക്കാൻ പറ്റും. അബ്രഹാമിന്റെ മടി എന്നൊക്കെയും അതിന് വിശുദ്ധ തിരുവെഴുത്തിൽ രേഖകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, കേവലം ചില മിനിറ്റുകൾക്കകത്ത് നോക്കിക്കേ, ഒരുവന്റെ നിത്യത അങ്ങ് ഉറപ്പിക്കപ്പെടുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ നിത്യത ഉറപ്പിക്കപ്പെടുകയായിരുന്നു. ഇതുപോലെയല്ലേ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കാലിൽ നമ്മളും ആയിരുന്നത്? ആദ്യമൊക്കെ നമ്മളും പലപ്പോഴും ദുഷിച്ചിട്ടില്ലേ? പലപ്പോഴും കർത്താവിനെ കളിയാക്കിയിട്ടില്ലേ? സ്തോത്രം. എന്നാൽ സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ഒന്നുകൂടെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ, ആ സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, നമ്മളും മറ്റൊരു വിധത്തിൽ പറഞ്ഞു, നീ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചവനാ, നീ എൻ്റെ പാപങ്ങളെ ഏറ്റെടുത്ത് ക്രൂശിൽ കയറിയവനാ, ഞാൻ നിന്നിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, എൻ്റെ കർത്തൃത്വം നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ജീവന്റെ പുസ്തകത്തിനകത്ത് നമ്മുടെ പേര് കൂടെ എഴുതി ചേർത്ത ദൈവകൃപയെ ഓർത്തുകൊണ്ട് എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഇത് സാധ്യമാക്കിയത് ഐഹിക കാലത്തിരിക്കുമ്പോഴല്ല ആ കള്ളന് രക്ഷ പ്രാപിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ എന്താണോ യേശു കർത്താവിന്റെ യഥാർത്ഥ വരവിന്റെ ഉദ്ദേശം വിളിച്ചു കാണിക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. ആ ക്രൂശ് കൊണ്ടാണ് മാനവജാതിക്ക് രക്ഷയെന്ന് മാനസാന്തരപ്പെടുന്ന കള്ളനെ, സ്തോത്രം, ആ നിത്യതയിലേക്ക് എടുക്കുമ്പോൾ, ആ പറുദീസയിലേക്ക് കയറ്റുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഈ ക്രൂശിലാണ് നമ്മുടെ രക്ഷ. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ സ്വർഗത്തിലെ ദൈവം, പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. സ്തോത്രം. അത് വിശ്വസിച്ചത് കൊണ്ട് നമ്മൾ നിത്യതയ്ക്ക് എന്ത് ചെയ്തു? ഓഹരിക്കാരായി. സ്തോത്രം. അപ്പോൾ ഒരു ഭാഗത്ത് മാനസാന്തരപ്പെട്ട കള്ളനിൽ നിന്ന് നമ്മൾ ചിലത് പഠിച്ചു കഴിഞ്ഞു. സ്തോത്രം. അടുത്തൊരു മനുഷ്യനിലേക്ക് പോകാം. മാനസാന്തരപ്പെടാത്ത ഒരു കള്ളൻ. സ്തോത്രം. അവനും യേശു കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു. നീണ്ട 6 മണിക്കൂറുകൾ അവനും യേശുവിനെ അടുത്തു നിന്ന് വീക്ഷിക്കുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ അവൻ കാണുന്നുണ്ട്. യേശു പ്രാർത്ഥിക്കുന്നത് അവൻ കേൾക്കുന്നുണ്ട്. വചനമുരുവിടുന്നത് അവൻ കേൾക്കുന്നുണ്ട്. എന്നിട്ടും സ്തോത്രം, അവൻ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറല്ല. അവന് ജനത്തിന്റെ വാക്ക് കേൾക്കുന്നതിനും ജനം എന്തു പറയുന്നു എന്നുള്ളതിലുമാണ് അവന്റെ ശ്രദ്ധ മുഴുവൻ. സ്തോത്രം. അവിടെയാണ് മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നീ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവൻ ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ, ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ച കള്ളന്മാരും അവനെ നിന്ദിച്ചു എന്ന് പറയുമ്പോൾ, ഈ മാനസാന്തരപ്പെടാത്ത കള്ളനും ഇതേ പദങ്ങൾ എന്ത് ചെയ്തു? പറഞ്ഞു. നീ ദൈവപുത്രനല്ലേ, നീ നിന്നെ തന്നെ ഒന്ന് വിടുവിക്കേ, നീ ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്നൊക്കെ ഈ കള്ളനും പറയുമ്പോൾ, യേശു അവിടെ പ്രാർത്ഥിച്ചതോ വചനം പറഞ്ഞതോ ഒന്നും അവന്റെ ചെവിയിലേക്ക് കയറിയിട്ടില്ല. അതൊന്നും വിശ്വസിക്കാൻ അവൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെയാണ് ലോകത്തിന്റെ ഒരു ഭാഗത്ത് ആളുകൾ, സ്തോത്രം, യേശു പറയുന്ന വചനങ്ങൾ ഉൾപ്പെടെ, യേശുവിന്റെ കാൽവരി മരണം ഉൾപ്പെടെ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും പലപ്പോഴും അതിൽ വിശ്വസിക്കാൻ കഴിയാത്ത, ലോകം എന്ത് പറയുന്നു അതിനോട് ചേർന്ന് നിന്ന് പറയുന്ന അനേകർ നമുക്ക് ചുറ്റിലുമുണ്ട്. അവരെ പ്രതിനിധാനം ചെയ്യുന്നതാണ് മാനസാന്തരപ്പെടാത്ത കള്ളൻ. സ്തോത്രം. ഞാൻ പറയുന്ന ആഴമൊക്കെ എത്ര പേർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. അവൻ ദൈവത്തെ ഭയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അവൻ പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ നിന്നെ തന്നെ വിടുവിച്ചിട്ട് നീ ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. സ്തോത്രം. ഇറങ്ങി വാ എന്ന് പറയുമ്പോൾ ആ ക്രൂശിന്റെ യഥാർത്ഥ ആത്മീയ അർത്ഥം ഒന്നും ഗ്രഹിക്കാൻ തക്കവണ്ണം ഇവന്റെ മനസ്സ് എന്ത് ചെയ്തിട്ടില്ല? തുറന്നിട്ടില്ല. ക്രൂശ് ഉണ്ടെങ്കിലേ വിടുതലുള്ളൂ എന്ന് മാനസാന്തരപ്പെടുന്ന കള്ളൻ തിരിച്ചറിഞ്ഞപ്പോൾ, മാനസാന്തരപ്പെടാത്ത ലോകത്തോട് ചേർന്ന് നിന്ന് ലോകത്തിന്റെ അഭിപ്രായങ്ങൾക്കൊത്തവണ്ണം സംസാരിക്കുന്ന ആ മാനസാന്തരപ്പെടാത്ത കള്ളൻ പറയുകയാണ്, സ്തോത്രം, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. പ്രിയരെ, ക്രൂശുള്ളിടത്തേ വിജയമുള്ളൂ, ക്രൂശുള്ളിടത്തേ വിടുതലുള്ളൂ, ക്രൂശുള്ളിടത്തേ ദൈവത്തിന് സ്തോത്രം പാപമോചനമുള്ളൂ. ആ ക്രൂശുള്ളത് കൊണ്ടാ നമ്മളൊക്കെ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. മാനസാന്തരപ്പെട്ട കള്ളൻ പറയുന്നൊരു കാര്യമുണ്ട്, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം. സ്തോത്രം. മാത്രമല്ല, കർത്താവിൻ്റെ മറുപടി, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അപ്പൊ ഇവരെന്തിനെ പറ്റിയാ സംസാരിച്ചിരിക്കുന്നത്? മരണാനന്തര ജീവിതം. സ്തോത്രം. അടുത്ത ചില മിനിറ്റുകൾ കഴിയുമ്പോൾ ഞാനും മരിക്കും, നീയും മരിക്കും. പക്ഷെ നമ്മുടെ ആത്മാവ് പറുദീസയ്ക്കകത്ത് വീണ്ടും എന്ത് ചെയ്യും? കണ്ടുമുട്ടും. സ്തോത്രം. ഇതാര് കേൾക്കുന്നുണ്ട്?
മാനസാന്തരപ്പെടാത്ത കള്ളൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവന്റെ കാതുകളിലേക്ക് വ്യക്തമായിട്ടുള്ളൊരു സന്ദേശം ഇറങ്ങി ചെല്ലുകയാണ്, ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, ഒരു നിത്യതയുണ്ട്. സ്തോത്രം. അവിടെ പുത്രനായ ക്രിസ്തുവിനോട് കൂടെ ഈ മാനസാന്തരപ്പെടുന്ന കള്ളൻ കയറും എന്നുള്ളത് ഇവൻ കേട്ടിട്ട് പോലും അവനത് വിശ്വസിക്കാൻ എന്ത് ചെയ്തില്ല? തയ്യാറാകുന്നില്ല. സ്തോത്രം. ഞാൻ പറയുന്നതിന്റെ ആശയം ഉൾക്കൊള്ളുന്നുണ്ടോ? രക്ഷ അവൻ ഏറ്റവും അടുത്തായിരുന്നു. എന്നാൽ ലോകത്തോട് ചേർന്ന് നിന്ന് അവന്റെ രക്ഷയെ അവൻ കളയുമ്പോൾ, സ്തോത്രം, ഇതാ നോക്ക്, ആ അവസാനത്തെ സെക്കൻഡിനകത്തും, സ്തോത്രം, രക്ഷകനെ തിരിച്ചറിഞ്ഞ് നിത്യതിക്കോഹരിക്കാരനായി തീർന്ന ഒരു കള്ളൻ മറു സൈഡിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയരേ, സ്തോത്രം. ഇങ്ങനെയാണ് ലോകത്തിന്റെ രണ്ട് ചിത്രങ്ങൾ. ഒരു പറ്റം ആൾക്കാർ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് നമ്മളെപ്പോലുള്ളവർ രക്ഷ പ്രാപിക്കുവാൻ ആ ക്രൂശ് ഇടവരുത്തിയെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ കണ്ണുകളെല്ലാം ആ ക്രൂശിലേക്കൊന്ന് ഉയരണം. ദൈവത്തിന് സ്തോത്രം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്കത് ഭോക്ഷത്വമാ, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയായിട്ട് മാറുകയാ. ഓരോ പ്രാവശ്യവും ക്രൂശിന്റെ വചനം കേൾക്കുമ്പോഴും ആ ക്രൂശീകരണത്തെ പറ്റി കേൾക്കുമ്പോഴും എന്തെന്നില്ലാത്ത ഒരു ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. എന്താ അതിന്റെ കാരണമെന്നറിയാമോ? ഈ ക്രൂശ് ഒരു ബലമാണ്. ഈ ക്രൂശ് ഒരു ദൈവശക്തി കൊണ്ടുവരുന്ന സംഗതിയാണ്. ഈ ക്രൂശാണ് നമ്മളെ ഉയർത്തിയത്. ഈ ക്രൂശാണ് നമ്മളെ നിത്യരക്ഷയ്ക്ക് ഓഹരിക്കാരാക്കി മാറ്റിയത്. ഇത് പകൽ ദൈവത്തിന് സ്തോത്രം. ആ ക്രൂശിന്റെ ചൂട്ടിലേക്ക് നമുക്കൊന്ന് കടന്നിയല്ല. കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ട ഒരു ശരീരത്തോടുകൂടെ നമ്മുടെ കർത്താവ് ആ കാൽവറി ക്രൂശിൽ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായിരുന്നവൻ ഇപ്പോൾ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് ഒരു വിരൂപമാക്കപ്പെട്ട ശരീരം പ്രാപിച്ച് അവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. സ്തോത്രം. തൻ്റെ മുമ്പിലുള്ള മഹാസന്തോഷം ഓർത്തു കഴിഞ്ഞപ്പോൾ അപമാനത്തെ അലക്ഷ്യമാക്കിക്കൊണ്ട് അവൻ ക്രൂശിനെ സഹിച്ചു എന്ന് തിരുവചനം എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. സ്തോത്രം. തൻ്റെ മുഖത്ത് ആ പടയാളികൾ തുപ്പൽ കൊണ്ട്, സ്തോത്രം, തൻ്റെ മുഖത്തൊക്കെ തുപ്പുമ്പോഴും താൻ കന്നത്ത് അടിമേടിക്കുമ്പോഴും, സ്തോത്രം, മുഷ്ടി ചുരുട്ടി നമ്മുടെ കർത്താവിനെ ഇടിക്കുമ്പോഴൊക്കെയും ചാട്ടവാറ് കൊണ്ടുള്ള അടികൾ നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തിനകത്ത് ഏൽക്കപ്പെടുമ്പോഴും, മുഖത്തെ രോമമെല്ലാം പിഴുതു പറിക്കപ്പെടുമ്പോഴും, സ്തോത്രം, മുൾക്കിരീടം തൻ്റെ തലമേൽ ആഞ്ഞാഞ്ഞിറക്കുമ്പോഴും, ദൈവത്തിന് സ്തോത്രം, കൈകാലുകളുടെ മേൽ ആണികൾ ആഞ്ഞാഞ്ഞ് പതിക്കുമ്പോഴും, ഇരുട്ടിൽ കൂടെ വെളിച്ചമായിരുന്നവൻ കടന്നുപോയപ്പോഴും, ഒടുവിലായി വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തേൽക്കുമ്പോഴും എല്ലാം ദൈവത്തിന് സ്തോത്രം, അതെല്ലാം നമ്മോടുള്ള സ്നേഹത്തെ വിളിച്ചറിയിക്കുന്നതായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ അല്പസമയം അതരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. അവനേറ്റ അടികൾ നാം ഏൽക്കേണ്ടതായിരുന്നു. അവനേറ്റ പങ്കപ്പാടുകൾ നമ്മൾ ഏൽക്കേണ്ടതായിരുന്നു. പാപമറിയാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, പാരിനും പരത്തിനും മധ്യേ ഇതാ ഉയർത്തപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിലും ആ ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകളൊന്ന് ഉയർത്താം. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാ പിരിയാ ബന്ധമാണീതു യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാ പിരിയാ ബന്ധമാണീതു യുഗകാലം വരെയും. പിരിയാ നഷ്ടപ്പെട്ടു പോയ നമ്മെ ആ ക്രൂശിൽ യേശു കർത്താവ് ചേർത്ത് പിടിക്കുകയായിരുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ച ആത്മീക മരണം, നമുക്ക് നഷ്ടമായി പോയ ആ നിത്യമായ തേജസ്, ഇതൊക്കെയും കർത്താവ് കാൽവറി ക്രൂശിൽ
തിരിച്ചു പിടിക്കുകയായിരുന്നു. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. നമുക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യ പദവികളെ ഓർത്ത് നമുക്ക് ദൈവത്തിനൊന്ന് നന്ദി കരയറ്റിക്കൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം.